ഏതെങ്കിലും ഒരു സൂറത്തുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ആയത്തുണ്ടല്ലോ, അത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ ഇന്ന് വഅദ കേൾക്കാൻ കടന്നു വന്ന ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാണല്ലോ. പഠിച്ചവനെ 30ാമത്തെ ജുസു അമ്മ ജുസു പഠിക്കാത്തവരില്ലല്ലോ. എത്രയോ സൂറത്തുകൾ കാണാതെ പഠിച്ചവരാ, എത്രയോ ആയത്തുകൾ കാണാതെ പഠിച്ചവരാ. ഓർമ്മയുണ്ടോ വാപ്പാ, ഓർമ്മയുണ്ടോ പെങ്ങള്? ഈ മറന്നുപോയ സൂറത്തുകളൊന്ന് ഓതിയെടുക്കാനുള്ള മനസ്സെങ്കിലും നിങ്ങൾക്കുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തമാശയാണല്ലോ അല്ലാഹുവിന്റെ കലാം. ആ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം എന്താണ്? അതിന്റെ പവിത്രത എന്താ? അതിന്റെ സ്ഥാനം എന്താ? അതിനെ എങ്ങനെയാണ് അതിനോട് പെരുമാറേണ്ടത്? നമ്മളിൽ പലർക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ലല്ലോ. എല്ലാവർക്കും കളിയും തമാശയുമാണല്ലോ. ആ ഖുർആനിന്റെ മഹത്വം എന്താണെന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ. വീട്ടിൽ വരുന്ന പത്രവും വീട്ടിൽ വരുന്ന മാസികയും അതുപോലും ഞാനും നിങ്ങളും നല്ല രീതിയിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ കലാം പൊടിയടിച്ചിരിക്കുകയാണ്. അതിന്റെ മഹത്വം നമുക്കറിയുന്നില്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ആ ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, കളിയല്ല, തമാശയല്ല. അല്ലാഹുവിന്റെ ഖുർആനിനെ നിനക്കറിയാനിട്ടാണ്. അതിന്റെ മഹത്വം നീ മനസ്സിലാക്കണോ, അതിനെ നീ ആദരിക്കണോ, അതിനെ നീ ബഹുമാനിക്കണോ, അതിന് കൊടുക്കേണ്ട സ്ഥാനം നീ കൊടുക്കണോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലോ ഏതെങ്കിലും ഒരു സൂറത്ത് പഠിച്ചിട്ട് മറന്ന അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ഉപ്പയും ഉമ്മയും പറയുകയാ, ഉസ്താദേ, ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ല, ഞാൻ ഖുർആൻ ഓതിയാൻ എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ഓതാൻ അറിയില്ല. രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ആരും പഠിച്ചിട്ടില്ല, നിങ്ങൾ ആരും ഓതിയിട്ടുമില്ല, പക്ഷേ കേട്ടവരാണല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. പഠിച്ചവനെ, ഒരുപാട് ദിവസങ്ങളായി ഈ സദസ്സിൽ വന്നവര് മുഴുവനും ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി തന്നല്ലോ, അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു തന്നല്ലോ. വഅദിന് പോയാലും പള്ളിയിൽ പോയാലും ക്ലാസ്സിൽ പോയാലും അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം ഇങ്ങനെ ഓതിയിട്ട് അർത്ഥം പറഞ്ഞു തരുന്നത് കേട്ടവരല്ലേ. പരിഗണിക്കാറുണ്ടോ? നീ അതിനെ ഗൗനിക്കാറുണ്ടോ? അതിന് കൊടുക്കേണ്ട സ്ഥാനം നീ കൊടുക്കാറുണ്ടോ? ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളയുകയല്ലോ. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, കള്ള് കുടിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷയല്ല, വ്യഭിചരിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷയല്ല, ശിർക്ക് ചെയ്യുന്നവന് കൊടുക്കുന്ന ശിക്ഷയല്ല, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷയല്ല. പിന്നെ ആർക്ക് കൊടുക്കുന്ന ശിക്ഷ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്ന മനുഷ്യ, പരിഗണിക്കാത്ത പെങ്ങളെ, നിനക്കല്ലാഹു 10 ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് പരിഗണിക്കാത്തവനുണ്ടല്ലോ, നിസാരമാണല്ലോ, തമാശയാണല്ലോ, അതിനെ പരിഗണിക്കുന്നില്ലല്ലോ, ഉസ്താദന്മാർക്ക് മാത്രമുള്ളതാണ്, ഇവന്മാർക്ക് പിരിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിസാരമാക്കുന്നവരുണ്ടല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. നിന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? 10 ശിക്ഷയാണ് ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഇന്നലെ വരെ വഅദ് കേട്ടതുപോലെയല്ല, ഇന്നലെ വരെ വഅദ് കേട്ടതുപോലെയല്ല, ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ മാത്രം ഞാൻ ഓതിത്തരാ, ഒരു ഹദീസും എന്ന് പറയുകയില്ല. അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ ഞാൻ ഇങ്ങനെ എണ്ണി ഓതിത്തരാ. അതിന്റെ അർത്ഥം നിനക്ക് പറഞ്ഞു തരാ. നീ അത് ബഹുമാനിക്കണേ, നീ അതിനെ ആദരിക്കണേ, അതിനെ നീ ഉൾക്കൊള്ളണേ. അല്ലാതെ എല്ലാ വഅദ് കേൾക്കുന്നത് പോലെ കേട്ടിട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ, പെങ്ങളെ, സാധാരണ വന്നിരുന്നു പോകുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനാണ് നിന്റെ പരിപാടിയെങ്കിലോ, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ ഞാൻ പറഞ്ഞു തരാ. നിസാരമായി കാണരുത്. അല്ലാഹുവിന്റെ കലാമാ, വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിനക്ക് അല്ലാഹു ഭയാനകമായ ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സാധാരണ ഖുർആൻ ഓതുന്നവന്റെയോ പഠിച്ചവന്റെയോ ഒന്നുമല്ല. അപ്പൊ ഈ കുട്ടികൾ വിചാരിക്കും, പഠിച്ചവനെ ഇപ്പൊ വന്നപ്പോഴും ആലപ്പുഴയിലുള്ളൊരു കുട്ടി ഹാഫിള എന്ന് പറഞ്ഞു. ഇന്നലെ എങ്ങാണ്ടല്ലേ, ഇന്നലെ ഹാഫിള, അൽഹംദുലില്ലാഹ്. ഒരുപാട് ഹാഫിളീങ്ങളായ മക്കൾ, അള്ളാഹു അവർക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും. മുത്തല്ലിങ്ങൾ വിചാരിക്കും, പഠിച്ചവനെ ഖുർആനിലെ ഒരു സൂറത്ത് പഠിച്ചിട്ട് മറന്നാ നരകത്തിൽ പോകുമെങ്കിൽ പിന്നെ പഠിക്കാതിരിക്കലല്ലേ നല്ലത്. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടാ. ഖുർആൻ പഠിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റൂല. ഈ സ്ഥാപനത്തിൽ 200 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ 200 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 200 പേരും ഹാഫിള് അല്ലല്ലോ. ആ 200 പേരിൽ അല്ലാഹു തെരഞ്ഞെടുത്ത കുറച്ച് ആൾക്കാരില്ലേ, അവർക്ക് മാത്രമല്ലേ ഹാഫിളാകാൻ പറ്റിയിട്ടുള്ളൂ. ഈ സദസ്സിലിരിക്കുന്ന ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെല്ലാവരും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ എല്ലാവർക്കും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കൊന്നും വേണ്ട. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എല്ലാവരും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരാ. കേൾക്കാത്ത ആരുമില്ല. ഇന്ന് വരെ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പം കേൾക്കാൻ പോവാ. ഇന്ന് വരെ നിങ്ങൾ ആരും ഖുർആൻ കേട്ടിട്ടില്ലെങ്കിലും ഞാനിപ്പോൾ ആയത്തുകൾ ഓതിത്തരാം, കേട്ടോ, ഇത് ഉൾക്കൊള്ളണം. സാധാരണ പോണത് പോലെ, പണ്ട് ആരോ ചന്തയ്ക്ക് പോയതുപോലെ വന്നിട്ട് പോകാനാണ് പരിപാടിയെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു അള്ളാഹു നമ്മുടെ ഈ മജ്ലിസി സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് റെഡിയല്ലേ? ഖുർആൻ ഓതാൻ പോവാ, റെഡിയല്ലേ? നിങ്ങളെന്താ പേടിയുണ്ടോരിക്കണേ? ഇൻഷാ അല്ലാഹ് നേരെ ഇരുന്ന് കയ്യൊക്കെ കെട്ടി ചാരികസ ഇങ്ങനെ പ്രസവ വാർഡിൽ പെണ്ണുങ്ങൾ ഇരിക്കണവർ ഇരിക്കാതെ നേരെ ഇരിക്കണോ എല്ലാവരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ആ നിൽക്കണ കാക്കന്മാർക്ക് ഇരിക്കാൻ കസേര ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വെന്തലിട്ട് കൊടുക്കും. ഇൻഷാ അല്ലാഹ്. മോനെ, നീ എത്ര നേരം നിൽക്കൂടാ, നീ പാടാ. മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗം നീ എന്നിട്ട് അവിടെ പോയി നിൽക്കണം. നീ ഇരിക്കും, എല്ലാവരും ഇരിക്കും. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിനെ, ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്തവരുണ്ട്. അല്ലാഹു പറയുകയാ, വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ. അല്ലാഹു നാളെ അതിനെക്കുറിച്ച് നമ്മളോട് വിചാരണ ചെയ്യുമെന്ന്, ആ ഖുർആനിനെ കുറിച്ച് പോലും അല്ലാഹു നമ്മളോട് നാളെ വിചാരണ ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ കലാം കേൾക്കുന്നവരാ, ഓതുന്നവരാ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥങ്ങൾ നമ്മൾ പറയുന്നതും പ്രസംഗിക്കുന്നതും കേൾക്കുന്നവരാ. പക്ഷേ നമ്മൾ അതിനെ പരിഗണിക്കാതെ വരുമ്പോൾ, അതിനെ നിസ്സാരമായി കാണുമ്പോ
അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ചില ചെറുപ്പക്കാര് പടച്ചവനെ അല്ലാ, മക്കള് വല്ലാത്ത ഒരു സങ്കടത്തിലാണ്. എന്താ കാരണമെന്നറിയുമോ? ഉസ്താദിന്റെ വാപ്പയ്ക്ക് 55 വയസ്സായി, 60 വയസ്സായി, വാപ്പയുടെ മുടിയെല്ലാം നരച്ചു. എന്റെ ഉപ്പയ്ക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, വാപ്പയുടെ തൊലിയെല്ലാം ചുളുങ്ങി. വാപ്പയുടെ ജ്യേഷ്ഠനും അനുജനും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും ആറടി മണ്ണിനടിയിലേക്ക് ചെന്നു. എന്റെ വാപ്പയാണെങ്കിൽ ഈ പ്രായമാകിട്ട് പോലും നമസ്കരിക്കുന്നില്ലല്ലോ, ഖുർആൻ ഓതുന്നില്ലല്ലോ. എന്റെ വാപ്പ പടച്ചവനെ ദിക്റുകൾ പറയുന്നില്ലല്ലോ. എന്റെ വാപ്പ ഒരു നല്ല കാര്യവും ചെയ്യാറില്ല. വാപ്പാടെ ദുസ്വഭാവങ്ങൾക്കൊരു മാറ്റവുമില്ല. പ്രായം ചെന്നിട്ടും എന്റെ വാപ്പയുടെ സ്വഭാവങ്ങൾ വളരെ മോശമാണ്. കള്ളു കുടിക്കുന്നുണ്ട്, വാപ്പയ്ക്ക് വ്യഭിചാരത്തിന്റെ സ്വഭാവമുണ്ട്. എന്റെ വാപ്പയുടെ നാവെടുത്താൽ വാപ്പ പറയുന്നത് മുഴുവനും വൃത്തികേടുകളാണ്. എന്റെ വാപ്പ പ്രായം ചെന്നിട്ട് പോലും നന്നാകുന്നില്ലല്ലോ. ഉസ്താദേ, എന്റെ വാപ്പയൊന്ന് നന്നാകാൻ ദുആ ചെയ്യണേ. എത്രയോ പേര് പറയാറുണ്ട്, എത്രയോ പേര് പറയാറുണ്ട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മുടിയെല്ലാം നരച്ചു പോയതിന്റെ വൃദ്ധയായ മാതാവുണ്ടല്ലോ, 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ടിവിയുടെ ഫ്രണ്ടിലാണ്. തലമറയ്ക്കാറില്ല, ഔറത്ത് മറയ്ക്കാറില്ല. ഉമ്മാടെ നാവിൽ നിന്ന് പടച്ചവനെ ഏശനിയും പരദൂഷണവും പടച്ചവനെ നാവെടുത്താൽ പറയുന്നത് മോശമായ കാര്യങ്ങളാണ്. റബ്ബേ, എന്തെങ്കിലും പറഞ്ഞ ശാപമാണ്, കുത്തുവാക്കുകളാണ്. പടച്ചവനെ, കുട്ടികൾ ചിന്തിക്കുന്നു, അല്ലാ എന്റെ ഉമ്മ പ്രായമായിട്ടും എന്തേ നന്നാകാത്തത്? എന്റെ ഉമ്മയ്ക്ക് എന്തേ പറ്റിയത്? ഒരു മനുഷ്യന് പ്രായമായ നന്നാകുമല്ലോ, വയസ്സായ നന്നാകുമല്ലോ. എന്റെ ഉമ്മയ്ക്ക് എന്തേ പറ്റിപ്പോയതെന്ന് കരുതുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉസ്താദേ, എന്റെ മക്കള് ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ലല്ലോ. അവന് കള്ളു കുടിക്കുന്നു, അവൻ മോശമായ ജീവിതം നയിക്കുന്നു, എന്നെ തല്ലുന്നു ഉസ്താദേ, വാപ്പാനെ ചീത്ത വിളിക്കുകയാണ്, വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. അവന്റെ സ്വഭാവം വല്ലാത്ത മോശമാണ്. എന്റെ മക്കൾ എന്തേ ഇങ്ങനെയായി പോയത്? നന്നാകുന്നില്ലല്ലോ, നന്നാകുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഏറ്റവും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്. പ്രണയം തലയ്ക്ക് പിടിച്ചു. അല്ലാഹുവേ, ആരുമറിയാതെ വീട്ടിൽ നിന്ന് വിളിച്ചോടുകയാ. അവസാനം പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവേ, വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ വാപ്പയും കൂടപ്പറപ്പുകൾ മുഴുവനും തല്ലുകയാണ്. അവളെ വല്ലാതെ വേദനിപ്പിച്ചു, അവളുടെ ശരീരം വല്ലാതെ വേദനിപ്പിച്ചു. നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. പെണ്ണെ, നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? 18 വയസ്സുകാരിയെ തല്ലിയിട്ടും കൊല്ലുമെന്ന് പറഞ്ഞിട്ടും അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ല. അവളെ വീടിനകത്തിട്ട് തല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവ് ഓടിച്ചെന്നിട്ട് പറയുന്നു, എന്റെ പൊന്നുമോളെ തല്ലല്ലേ. എന്നിട്ട് ആ പെൺകുട്ടിയുടെ കാലിൽ പിടിച്ചു മാതാവ് കരയുകയാ. വേണ്ടമുണ്ട്, എന്റെ പൊന്നുമോളെ ഇങ്ങനെ വേണ്ട. അവൻ അങ്ങ് നമ്മുടെ മതം പോലുമല്ല, അവനോടൊപ്പമുള്ള ഒരു ജീവിതം വേണ്ട. പൊന്നുമോളെ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത്. പോയി കഴിഞ്ഞാ നാണക്കേടാ. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്യലല്ലാതെ വഴിയില്ല. ഉമ്മാന്റെ പൊന്നുമോൾ ഇറങ്ങി പോകല്ലേ. മാതാവ് കാലിൽ പിടിച്ചു കിടന്ന് കരയുകയാ. 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. തന്റെ പൊന്നാര മകൾക്ക് വേണ്ടി ജീവിച്ച വാപ്പയുണ്ടല്ലോ, എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന വാപ്പയുണ്ടല്ലോ. പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മോളെ, നാട്ടുകാരുടെ മുന്നിൽ ഇനി തല ഉയർത്തി നടക്കാൻ കഴിയില്ല, വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. നീ നിന്റെ സഹോദരിമാരെ കുറിച്ചോർക്ക്, അനിയത്തിമാരില്ലേ, അവർക്കൊരു നല്ല ജീവിതം കിട്ടില്ലല്ലോ.
അള്ളാനെ മറക്കല്ലേ മോളെ. കുടുംബസമേതം ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല. എന്റെ പൊന്നുമോളുടെ തീരുമാനം മാറ്റണമെന്ന് പറയുമ്പോ 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. കുടുംബക്കാര് വന്നോ, കാരണവന്മാര് വന്നോ, കൂട്ടുകാര് വന്നോ, പള്ളി കമ്മിറ്റിക്കാര് വന്നോ, പള്ളിയിലെ ഖതീബിനെ വിളിച്ചുകൊണ്ട് വന്നോ. 18 വയസ്സുള്ള പെണ്ണിന്റെ മുന്നിൽ നരകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും മസ്റയെക്കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുത്തു. മോളെ അല്ലാഹനെ മറക്കല്ലേ, ഈമാനില്ലാതെ മരിച്ചു പോകും പെണ്ണേ. ഉസ്താദെല്ലാം പറഞ്ഞു കൊടുത്തു. 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. അവസാനം കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുകയാ, 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ അതോ ഇന്നലെ കണ്ടവനെ വേണോ എന്ന് ചോദിക്കുമ്പോ എനിക്കിവനെ മതി എന്ന് പറഞ്ഞവന്റെ കൂടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാ. കോടതിയുടെ വരാന്തയിൽ കിടന്ന് മാതാവും പിതാവും കരയുകയാ, കുടുംബക്കാര് കരയുകയാ. അവര് യാചിക്കുമ്പോ പടച്ചവനെ ഒരു പേടിയുമില്ലാതെ ഒരു കൂസലുമില്ലാതെ ആ വന്ന ചെറുപ്പക്കാരന് പേടിയുണ്ട്. പക്ഷേ ഇറങ്ങി പോകുന്ന മുസ്ലിം പെണ്ണിനൊരു പേടിയുമില്ല. അവന്റെ കൂടെ കേറിയിരുന്ന സെൽഫി എടുക്കുകയാണ്. അവരുടെ ദേവാലയങ്ങളിൽ പോയി കല്യാണം കഴിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്ന യുവത്വമേ, ഇത് കാണുമ്പോ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാ, അല്ലാ എന്റെ മകൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ പടച്ചവര്. ഞാൻ കരഞ്ഞാൽ എന്റെ മുഖമൊന്നു വാടിയാ എന്റെ പൊന്നുമോളുടെ കണ്ണ് നിറയുമായിരുന്നല്ലോ. ആ മകളാണല്ലോ ഞാൻ നിലവിളിച്ചിട്ട് പരിഗണിക്കാതെ പോയത്, മരിക്കുമെന്ന് പറഞ്ഞിട്ട് പരിഗണിക്കാതെ പോയത്. എന്റെ മകൾക്ക് എന്ത് പറ്റി പടച്ചവന്? എന്റെ മകളുടെ മനസ്സെന്തേ ഇങ്ങനെ ആയി പോയത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനതിന്റെ കാരണം പറഞ്ഞു തരാം. പ്രായമായിട്ടും നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നന്നാകാത്തതിന്റെ കാരണം എന്താ? ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പടച്ചവരെ ഇന്നത്തെ യുവതലമുറ നന്നാകാത്തതിന്റെ കാരണം എന്താ? മരണമല്ല, ഖബറല്ല, നരകമല്ല, ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവർക്കൊരു കൂസലുമില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് പരിഗണിക്കാത്തവനെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്ന മനുഷ്യ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? വഇന തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. ഒന്നാമത്തെ ആയത്ത് അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, വഇന തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. പടച്ചവനെ അല്ലാഹുവേ, വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അവഗണിക്കുന്നവനുണ്ടല്ലോ, പരിഗണിക്കാത്തവനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അല്ലാഹുവേ, അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ഈമാനിന്റെ വെളിച്ചം കേറൂല. അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. പിന്നെ അവനെ നന്നാക്കാൻ ആരെക്കൊണ്ടും പറ്റൂല. പടച്ച റബ്ബവനെ കൈവിടുകയാണ്, അല്ലാഹു എഴുതി തള്ളുകയാണ്. 18 വയസ്സുള്ള മകളുടെ മുന്നിൽ വാപ്പയും ഉമ്മയും കൂടപ്പറപ്പും കുടുംബക്കാരും കാരണവന്മാരും കൂട്ടുകാരും നാട്ടുകാരും കമ്മിറ്റിക്കാരും ഉസ്താദന്മാരും ആരൊക്കെ പറഞ്ഞിട്ടും നിന്റെ മകള് നന്നാകാത്തതിന്റെ കാരണം പറയാ. നിന്റെ 18ഉം 20ഉം വയസ്സുള്ള മകനുണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞിട്ടും നന്നാകാത്തതിന്റെ കാരണം, ആരുടെ മുന്നിൽ കൊണ്ടുപോയിട്ടും മക്കള് നേരെയാകാത്തതിന്റെ കാരണം, അതിന്റെ കാരണം എന്തെന്നറിയോ? വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഹൂ അസാ
അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണിനെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ ചാകൂന്ന് പറഞ്ഞാലും നിങ്ങൾ കൊല്ലൂന്ന് പറഞ്ഞാലും ഇനി ഈ മരണവും നരകവും പരലോകവും സർവ്വതും പറഞ്ഞാലും ഓൾ ഇങ്ങനെ തന്നെ ഇരിക്കും. എടാ മോനെ നിസ്കരിക്കടാ, കള്ളു കുടിക്കല്ലേടാ, കഞ്ചാവടിക്കല്ലേടാ, അവ ഇങ്ങനെ വെടി കൊണ്ടതുപോലെ ഇരിക്കും. നന്നാകോ നന്നാകത്തില്ല. അതിന്റെ കാരണം നിങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നില്ല. അതാ സത്യം. അല്ലാഹു പറയുകയാ, ഫലമ്മാ സാഹു വസാഅല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഈ ചെവിയും ഈ ഹൃദയവും അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ ചെവിയും അവരുടെ ഹൃദയവും അല്ലാഹു അടച്ച് സീല് വെച്ചിരിക്കുകയാ. അല്ല വെച്ച സീല് പൊട്ടിക്കാൻ ഈ ലോകത്ത് ആരെ കൊണ്ടാ പറ്റുക? അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ രാവിൽ തന്നെ എല്ലാ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ശൈത്താന്മാരെയും റമദാനിന്റെ ഒന്നാമത്തെ രാവിൽ തന്നെ പിടിച്ച് ചങ്ങലക്കിടൂലേ? ഇടൂലേ? എന്താ ഉളിയിൽ ഇടൂലേ? ഇടുവോ? ഉറപ്പല്ലേ? എന്നിട്ടും വീടി വലിച്ചുകൊണ്ട് കിടക്കണ ചില ജനത്തിനെ കണ്ടിട്ടില്ലേ? റമദാൻ മാസത്തിൽ പോലും നോമ്പ് പിടിക്കോ? പള്ളി പോകോ? ഇല്ല. ആര്? നമ്മുടെ കൗമ. ഈ പെണ്ണുങ്ങൾ ഭർത്താവിനോട് ചോദിക്കുക, എന്റെ പൊന്നാരയിച്ച ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറ്റാത്ത രോഗം പിടിച്ച് കിടക്കണ വാപ്പ വരെ നോമ്പ് പിടിക്കണ, നിങ്ങൾ എന്ത് നോമ്പ് പിടിക്കാത്ത? നിങ്ങൾ മരിക്കൂ, പോടി മരണം, പിന്നെ കബറ്, വേറെ പണി വല്ലോണ്ടേ നോക്ക്. പെണ്ണുമ്പിള്ള ചോദിക്കുക, എന്തല്ല ഇങ്ങനെ ഒരു ജന്മമായിപ്പോ എന്റെ ഭർത്താവ്? അതിന്റെ കാരണമെന്ന് പറഞ്ഞ അള്ളാഹു അവരുടെ ഹൃദയവും അവരുടെ ചെവിയും അടച്ച് സീല് വെച്ചു. അള്ളാഹു വെച്ച സീല് പൊട്ടിക്കാൻ ഈ ലോകത്ത് ആരെ കൊണ്ടും പറ്റൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ള എഴുതി അങ്ങ് തെള്ളിക്കളയും. അതാ ഇങ്ങനെ നടക്കണ ചിലതൊക്കെ. അതാണ് ചിലത് ഇങ്ങനെ നടക്കുക. നിങ്ങൾ ആലോചിക്ക്, ഈ മുസ്ലിം സമുദായം നമ്മുടെ ദീനിനെ ഏറ്റവും കൂടുതൽ മോശമാക്കുന്നതാരാ? മറ്റുള്ളവരാണോ? നിങ്ങൾ നോക്കിയേ, ദൈവമില്ല എന്ന് പറയുന്ന സംഘടനയാണ് നിരീശ്വരവാദികൾ. ദൈവമില്ല എന്ന് പറയുന്നവരാണ്. ആ ദൈവമില്ല എന്ന് പറയുന്ന സംഘടനയുടെ നേതാവിന്റെ പേര് കേശവൻ എന്നല്ല, ജബ്ബാർ എന്ന. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഓന്റെ പേര് ജബ്ബാർ എന്ന. മുസ്ലിമിന്റെ പള്ളിയിൽ കയറി ജുമാ നിസ്കരിക്കണമെന്ന് പറഞ്ഞത് ഏതെങ്കിലും രമണി ചേച്ചിയാണോ? അല്ല, നമ്മുടെ ടീച്ചറാ പറഞ്ഞത് എനിക്ക് ജുമായ്ക്ക് ഇമാമത്തിക്കണമെന്ന്. ഒറ്റ ഇമാമത്തെ നിന്നുള്ളൂ, പിന്നെ കണ്ടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ തോന്നിവാസം കാണി നമ്മൾ തന്നെ ചിന്തിക്കും, പടച്ചോൻ ഇവർക്കൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നു? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവൻ പറഞ്ഞാ പറയാ അവന് ഹിദായത്തില്ല, അവൻ അറിയാഞ്ഞിട്ട്. നമ്മുടെ ഉമ്മത്തല്ലേ പറയണേ? എന്തെല്ലാം പേക്കൂത്തുകൾ, എന്തെല്ലാം പടച്ചോനെ ഉമ്മത്തിന് തന്നെ നാണക്കേടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് നന്നാകണമെന്ന് നിനക്ക് തോന്നണം, അല്ലാതെ നിന്നെ അള്ളാഹ് നന്നാക്കില്ല. എനിക്ക് നന്നാകണമെന്ന് എനിക്ക് എപ്പോഴാണ് തോന്നുന്നത്, അപ്പോഴേ എന്നെ അള്ളാഹ് നന്നാക്കൂ. 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ, ചരിത്രമുണ്ടല്ലോ. 99 പേരെ കൊന്നപ്പോഴാ ഒരു മനുഷ്യന് കുറ്റബോധം തോന്നണേ. പടച്ചവനെ, ഞാൻ ചെയ്യണത് കൊലപാതകമാണല്ലോ, ഞാൻ ചെയ്യണത് ഈ പാപമാണല്ലോ. 99 പേരെ കൊന്ന മനുഷ്യൻ നോക്കുമ്പോ ഒരാളെ കണ്ടു, കാക്കാ ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, നിനക്കോ? അള്ളായോ പുറത്തു തരാനോ? കൊലപാതകി, നീ നരകത്തിലാടാ. എന്നാ പിന്നെ നീയും കൂടെ പോടാന്ന് പറഞ്ഞ അവനെയും വെട്ടിക്കൊന്നിട്ടങ്ങ് 100 തികച്ചു. ആ മനുഷ്യനെ കൂടെ 99 പേരെ കൊന്നു. വടിയിൽ വെച്ച് കണ്ട ഒരു സഹോദരനോട് ചോദിച്ചു, എനിക്ക് അള്ളാഹ് പുറത്തു തരുവോ? ഞാൻ 99 പേരെ കൊന്നവനാ, നിനക്ക് പുറത്തു തരില്ലടാ. എന്നാ പിന്നെ നീയും കൂടെ പോ. സെഞ്ചുറി അടിച്ചു, ഓനെയും കൊന്നു. ഓനെ കൊന്നു കഴിഞ്ഞപ്പോഴും ഓന് കുറ്റബോധം, പടച്ചവനെ 100 ആയല്ലോ അള്ളാഹ്. അപ്പൊ നോക്കുമ്പോ ഒരു ഉസ്താദ് നടന്നു വരുന്നു വഴി കൂടെ. ഉസ്താദേ, ഞാൻ 99 ഇപ്പൊ ഒന്നും കൂടെ തികച്ചു 100 ആക്കിയിട്ട് വരുക, അള്ളാഹ് എനിക്ക് പുറത്തു തരുവോ? ഇതി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, മസ്അല ചോദിക്കുമ്പോൾ എപ്പോഴും ജാഹിലിനോട് ചോദിക്കരുത്, ആലിമിനോട് ചോദിക്കണമെന്ന് ഇവിടുന്ന് പഠിച്ചോണം. അറിവുള്ളവനോട് ദീനിന്റെ വിഷയം ചോദിക്കാവൂ. ദീനിന്റെ മസ്അലകൾ ചോദിക്കുമ്പോൾ അറിവുള്ളവനോട് ചോദിക്കണം, ഇവിടുന്ന് പഠിക്കണം. ആദ്യം കണ്ട നാടനോട് ചോദിച്ചു, നാടൻ കാക്കാട് ചോദിച്ചു, കാക്ക ഞാൻ 99 പേരെ കൊന്നു, അള്ളാഹ് എനിക്ക് പുറത്തു തരുമോ? ഇല്ല, അവന്റെ അറിവ് അത്രേ ഉള്ളൂ. എന്നാൽ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ഞാൻ 99 1 100 തികച്ചിരിക്ക, അള്ളാഹ് എനിക്ക് പുറത്തു തരുവോ? നിനക്ക് അള്ളാഹ് പുറത്തു തരൂടാ. അതാ ഉസ്താദ്. അതാണ് ഇൽമു പഠിച്ചാലുള്ള വ്യത്യാസം. ആ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, നിനക്ക് അള്ളാഹ് പുറത്തു തരും.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ആ മനുഷ്യനോട് പറഞ്ഞു, ഈ നാട് നല്ലതല്ല, നീ ഇവിടെ ജീവിച്ച ഇവര് നിന്നെ നല്ലവനായി അംഗീകരിക്കില്ല, നീ അപ്പുറത്തൊരു നല്ല നാടുണ്ട്, അവിടെ പോയി ജീവിച്ചോ, പൊക്കോ. ഈ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരിച്ചു. ഈ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരിച്ചു. നരകത്തിന്റെ മലക്കുകളും വന്നു, സ്വർഗത്തിന്റെ മലക്കുകളും വന്നു. എന്നിട്ട് നരകത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ ഞങ്ങൾക്കുള്ളതാ. സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ ഞങ്ങൾക്കുള്ളതാ. ആ മനുഷ്യൻ മരിച്ചപ്പോ, ആ മനുഷ്യൻ 90 പേരെ കൊന്നവൻ മരിച്ചപ്പോ സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും ഇവൻ ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു വല്ലാത്ത തർക്കം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, 99 പേരെ കൊന്ന മനുഷ്യൻ മരിച്ചപ്പോ സ്വർഗത്തിന്റെ മലക്ക് പറയുന്നു ഞങ്ങളുടേതാ, നരകത്തിന്റെ മലക്ക് പറഞ്ഞു അല്ല ഞങ്ങളുടേതാ. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. നമ്മൾ മരിച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സമ്പത്തിന് വേണ്ടി തർക്കം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക, എനിക്ക് വേണം എനിക്ക് വേണം, ഉപ്പാന്റെ ആ പറമ്പ് എനിക്കുള്ളതാ, കുടുംബ വീട് എനിക്കുള്ളതാ, ഇതാ തർക്കം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഈ കണ്ണൂർ ജില്ലയിൽ, ഇത് കണ്ണൂർ ജില്ലയല്ലേ ഇപ്പൊ, ഈ കണ്ണൂർ ജില്ലയിൽ ഞാൻ സ്ഥലം പറയുന്നില്ല, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആധാരം എഴുതുന്ന ആളാ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ യാദൃശികമായി ഒരു ദിവസം പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ രാവിലെ നാസ്ത കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നപ്പോ ചോദിക്കുന്ന മസാല എന്തെന്നറിയോ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എത്രയാണ് അവകാശം, ആൺകുട്ടികൾക്ക് എത്രയാണ് അവകാശം. അപ്പൊ ഈ ആധാരം എഴുതുന്ന ആളായതുകൊണ്ട് അയ്യൂബക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്താണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് എന്താ കാര്യങ്ങൾ, ഇത്ര ശതമാനം പെണ്ണുങ്ങൾക്ക്, ഇത്ര ശതമാനം ആണുങ്ങൾക്ക്. അപ്പൊ ആധാരം എഴുതുന്ന ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എഴുതാൻ എൻ്റെ അടുക്ക തന്നെ വരണേന്ന്, ആധാരം എഴുതാൻ എൻ്റെ അടുക്ക തന്നെ വരണേന്ന്. അപ്പൊ മോള് പറയാ, വാപ്പ മരിച്ചിട്ടില്ല, ജീവനോടുണ്ടെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മകളെ വിളിച്ചത്, മകള് പറയാ, വാപ്പച്ചി മരിച്ചിട്ടൊന്നുമില്ല, ഉണ്ടെന്ന്. മരിക്കുന്നതിന് മുമ്പേ അവകാശം നോക്കി വെക്കുന്ന കാലം. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു എഴുതി തെള്ളിക്കഴിഞ്ഞാ പോയി. അള്ളാഹു നിന്റെ ചെവിയും നിന്റെ ഹൃദയവും അടച്ചു സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാടോ നിന്നെ കൊണ്ട് നന്നാക്കാൻ പറ്റുക, നിന്നെയൊക്കെ നന്നാക്കാൻ പറ്റുക? എഴുതി തെള്ളിയതാ. പിന്നെ ഒരിക്കലും നിന്റെ ഒന്നും ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. വല്ലാതെ ഭയത്തോടെ നിനക്കതിന്റെ ആഴത്തെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്, അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിന്റെ 1-ാമത്തെ ആയത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ പേടിക്കണേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവന് പടച്ച റബ്ബ് കൊടുക്കുന്ന 1-ാമത്തെ ശിക്ഷ എന്താ? വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹു ഇങ്ങനെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് പടച്ചവൻ പറയുകയാ, വഇൻ തദൂഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. 1-ാമത്തെ ശിക്ഷ വിശദീകരിക്കുന്നില്ല. 2-ാമത്തെ ആയത്തേതെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് 2-ാമതായി പറയുകയാ, പടച്ച റബ്ബിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് പറയുമല്ലോ, കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത്, അഹങ്കരിക്കരുത്. മോനെ, പടച്ച റബ്ബിനെ മറന്ന് നടക്കരുത്, അള്ളാനെ പേടിച്ച് നടക്കടാ, അള്ളാനെ ഭയന്ന് ജീവിക്ക്. പെങ്ങളെ, തലമറക്ക്, ഔറത്ത് മറക്ക്. അല്ലാതെ തോന്നിവാസികളെ പോലെ പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ട് പുറങ്കാല് കൊണ്ട് പടച്ച റബ്ബിനെ ചവിട്ടി തേച്ച് നാണം കെടുത്തിയിട്ട് നടക്കല്ലേ. അല്ലാഹുവേ, ഇങ്ങനെ നടക്കുന്നവർക്ക് വേണ്ടി പടച്ച റബ്ബ് നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. നരകത്തിന്റെ ശിക്ഷ വല്ലാത്ത കഠിനമാണ്. 3000 കൊല്ലമാണ് അല്ലാഹു നരകത്തെ കത്തിച്ചത്. ഈ ദുനിയാവിലെ തീയുണ്ടല്ലോ,
നരകത്തിലെ തീയുടെ 70 അംശമാണ് ദുനിയാവിലെ തീയ്. ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കുമ്പോ ഇന്നത്തെ യുവത്വം ചോദിക്കുന്നു, ഉസ്താദേ ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ, ഇതൊക്കെ തള്ളലല്ലേ ഉസ്താദേ? എവിടെയാ നരകമിരിക്കുന്നത്? എവിടെയാണ് നരകമിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിത്തട്ടിലാണോ? എവിടെയാണ് നരകമിരിക്കുന്നതെന്ന് പുച്ഛത്തോടെ കളിയാക്കി പരിഹസിച്ച് എന്റെ പ്രിയപ്പെട്ട യുവത്വം അവിടെ നിന്ന് ചോദിക്കുമ്പോ നിനക്ക് നരകത്തിൽ നിനക്ക് വിശ്വാസമില്ലേ? എവിടെയാ ഉസ്താദേ നരകമിരിക്കുന്നത്? ഇതൊക്കെ ചുമ്മാതെ പേടിപ്പിക്കാൻ പറയുന്നതല്ലേ മോനെ. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വിശ്വാസം വേണ്ട. കണ്ടാ വിശ്വസിക്കുമോടാ? നിന്റെ കണ്ണുകൊണ്ട് നരകം കണ്ടാ നീ വിശ്വസിക്കുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, ഇല്ലെന്ന് പറഞ്ഞു നടക്കുന്ന യുവത്വേ, അല്ലാഹുവേ നരകത്തെ കാടുമടി പെങ്ങള് എന്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് പറയുകയാ, +1 +2 പഠിക്കുന്ന, കോളേജിൽ പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന എന്റെ പെൺകുട്ടികളോട് പറയുകയാ, മോളെ നരകമുണ്ടെന്ന് പറയുമ്പോ നീ പരിഹസിക്കുകയല്ലേ, നീ കളിയാക്കുകയല്ലേ? മോളെ നരകം എവിടെയായിരിക്കുന്നതെന്ന് കാണണോ? അല്ലാഹു കാണിച്ചു തരും പെണ്ണേ. മോളെ നിന്റെ കണ്ണുകൊണ്ട് കാണുമല്ലോ. എടാ ചെറുപ്പക്കാരാ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂർ എന്ന് പറയുന്ന കാകളത്തിൽ 2ാമത് മൂതുമല്ലോ. അന്ന് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്. മണ്ണിനടിയിൽ കിടക്കുന്നവര് മുഴുവനും എഴുന്നേക്കുകയാണ്. പേടിച്ചു വിറച്ചുകൊണ്ട് എഴുന്നേക്കുകയാ. അതാ പടച്ചവനെ ഉടുതുണിയില്ലാതെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ആണും പെണ്ണും കബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്. അല്ലാ, മൃഗങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ മലക്കുകൾ ഇങ്ങനെ നയിക്കുകയാ. ആണും പെണ്ണുമെല്ലാം ഉടുതുണിയില്ലാതെ, ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രീതിയിൽ അല്ലാ പടച്ചറബിന്റെ പരലോകത്തേക്ക് കൊണ്ടുവരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ. ആ സൂര്യൻ അസ്തമിച്ചിട്ട് 10 മണിയായല്ലോ, മഴ പെയ്തല്ലോ. എന്നിട്ടും നിങ്ങളുടെ ശരീരം വിയർക്കുന്നില്ലേ? പലർക്കും വല്ലാത്ത ചൂടല്ലേ, വല്ലാത്ത പ്രയാസമല്ലേ? എങ്കിൽ ഇതൊന്നും ഒരു പ്രയാസമല്ലടോ. അല്ലാഹുവിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമല്ലോ. അന്ന് ചെമ്പിന്റെ തറയിൽ തുണിയില്ലാതെ നിരത്തി നിർത്തുമല്ലോ. അന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ. അല്ലാ താഴേക്ക് ഇറങ്ങി വരികയാ. അതാ തലയുടെ മുകളില്, ഒരു ചാണ് മുകളില് ആ സൂര്യന് അല്ലാഹു ഇങ്ങനെ താഴേക്ക് ഇറക്കുകയാ. ചിന്തിക്കു പെണ്ണേ, ചിന്തിക്കു ചെറുപ്പക്കാരാ. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന അള്ളാന്റെ സൂര്യനുണ്ടല്ലോ. ഒരു ചാണ് മുകളിൽ ഈ തലയുടെ മുമ്പില്, ഈ തലയുടെ ഒരു ചാണ് മുകളില് അള്ളാഹു ഇങ്ങനെ ഇറക്കി നിർത്തുമ്പോ തുണിയില്ലാതെ, ചെരുപ്പില്ലാതെ, ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്. ചൂടുള്ള നാളുണ്ടേ, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. പടച്ചവനെ, വീട് കെട്ടുന്ന ചെറിയ കട്ട കണ്ടിട്ടുണ്ടോ? ഇഷ്ടിക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെളിയുള്ള മണ്ണിനകത്ത് നിന്ന് ഇഷ്ടികയുണ്ടാക്കുകയാണ്. അത് ഉണങ്ങിക്കഴിയുമ്പോ നിരത്തി വെച്ചിട്ട് പച്ചവറകിട്ട് കത്തിച്ചതിന്റെ കളറ് മാറ്റുകയാ.
ആ ചൂളയൊന്നും ഒന്നുമല്ലടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ. കാളവണ്ടി കണ്ടിട്ടില്ലേ? ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാള, അതിന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ്. അതിന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ്. ഇതുപോലെ നാളെ പരലോകത്ത് വെച്ച് ജനങ്ങളുടെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചു മറിയുകയാ. ഇങ്ങനെ കൊണ്ടുവരാനാട് ഈ ഭയാനകമായ നരകത്തെ എങ്ങനെ കൊണ്ടുവരാനാ? എനിക്കതിന് കഴിയില്ലല്ലോ. മാലിക്കേ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറബിന്റെ കൽപ്പനയാ നരകത്തെ മഹ്ശറിലേക്ക് കൊണ്ടുവരാറ്. സുബ്ഹാനല്ലാഹ്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാ. അവിടെന്ന് പറയുന്നു, ചങ്ങലയെടുത്തു കൊണ്ടുവരാറ്, നരകത്തിന്റെ ചങ്ങലയെടുത്തു കൊണ്ടുവരാറ്. ആ നരകത്തെ ബന്ധിപ്പിക്കണമല്ലോ. അല്ലാഹുവേ, മലക്കുകൾ പോയി ചങ്ങലയെടുത്തു കൊണ്ടുവരികയാണ്. 70,000 ചങ്ങല, 70,000 ചങ്ങല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദുനിയാവിലെ ചങ്ങല കണ്ടിട്ടില്ല മോനെ? ആനയുടെ കാലിൽ കെട്ടിയിരിക്കുന്ന ചങ്ങല കണ്ടിട്ടില്ല? അതിന്റെ കൊളുത്തുകളുടെ വലിപ്പം കണ്ടിട്ടില്ല? എങ്കിൽ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ. ചങ്ങലയുടെ വലിപ്പമല്ല, ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയണോ? ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ആ പ്രപഞ്ചത്തിനെക്കാളും വലുതാ. ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ചങ്ങലയുണ്ടല്ലോ, 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാ. എന്നിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ പിടിക്കുകയാ. സുബ്ഹാനല്ലാഹ്. പേടിച്ചു വിറച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, തല താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ ഇങ്ങനെ കൊണ്ടുവരികയാ. നാളെ കൊണ്ടുവരുമല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കൊണ്ടുവരുമ്പോ നരകം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ച പെണ്ണ് ചുമ്മാതെയാണെന്ന് പറഞ്ഞ് കളിയാക്കിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നീ പറയുമടാ മോനെ, നീ പറയും പെങ്ങളെ, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ അവിടെന്ന് വിളിക്കുന്നു, റബ്ബനാ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, എന്റെ കണ്ണുകൊണ്ട് കാണുന്നു അല്ലാഹ്, നരകം കണ്ടു റബ്ബേ, നരകത്തിന്റെ ശിക്ഷ കണ്ടു റബ്ബേ, നരകത്തിന്റെ തീ കണ്ടു റബ്ബേ, നരകത്തിന്റെ വലിപ്പം കണ്ടു റബ്ബേ, നരകത്തിന്റെ അദാബുകൾ കണ്ടു നാഥാ. വസമിഅനാ, ആ നരകം കിടന്ന് വിളിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ, അതുകൊണ്ട് ഫർജിഅനാ, വിശ്വാസമായല്ലോ, ഉറപ്പായല്ലോ, എനിക്കൊരവസരം തരണേ അല്ലാ എന്ന് പരലോകത്ത് കിടന്ന് തെണ്ടുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് മോനെ നിസ്കരിക്കടാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ
ഉസ്താദന്മാര് പറയും, മക്കളെ അള്ളാടെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിച്ച പള്ളിയിൽ പോയി നിസ്കരിക്കണം കേട്ടോ. ആർക്കാ ഉസ്താദെ? അത് ഉസ്താദന്മാർക്കും കുറെ പ്രായം ചെന്ന വാപ്പാമാർക്കും, ഞങ്ങൾക്കൊക്കെ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കാൻ പറയുമ്പോ എടാ ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരിക്കുന്നവനെ ഇറങ്ങി ഓടുക. ശൈത്താൻ മതി ഓടും, ഇവൻ പുറകെ ഓടും. പടച്ചവൻ അതുവരെ പള്ളിയിലിരുന്നാലും പള്ളിയുടെ മുമ്പിലിരുന്നാലും കേറൂല, നിസ്കരിക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുമ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞത്, ഒരു വഖത്ത് നിസ്കാരം കാരണമില്ലാതെ മുടക്കുന്നവൻ കാഫിറാണെന്നാ പറഞ്ഞേ. അപ്പൊ അവസാനം അവന്റെ ആക്കിബത്ത് മോശമായി പോകും, ഈമാനില്ലാതെ മരിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നിട്ടും പള്ളിയിൽ ഒരു സഫ്, എന്നിട്ടും പള്ളിയിൽ ഒരു സഫ്. നിസ്കരിക്കടാ, നിസ്കരിക്കും. നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയണില്ല, എല്ലാവരും നിസ്കരിക്കുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും നിസ്കരിക്കും. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നബി തങ്ങൾ പറയുന്ന നിസ്കരിക്കുന്നവനാ വൈലെന്ന് പറയുന്ന നരകം. നബിയെ, നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകും. എല്ലാരും നിസ്കരിക്കുന്നവരാ, നിസ്കരിക്കാത്ത ആരുമില്ല. പക്ഷെ നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകുന്നവരാ നമ്മളിൽ പലരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എല്ലാരും നിസ്കരിക്കൂലേ? എല്ലാരും നിസ്കരിക്കും. എപ്പോഴാ നിസ്കരിക്കണേ? നിനക്ക് തോന്നുമ്പോ. സമയത്ത് നിസ്കരിക്കൂല. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കണം എത്ര പേരുണ്ട്? അതില്ല. എപ്പോഴെങ്കിലും തിരക്കെല്ലാം കഴിയുമ്പോഴായിരിക്കണം പെണ്ണുങ്ങൾ. പള്ളിയിൽ 12:30 പാവപ്പെട്ട മുഅദ്ദിൻ തൊണ്ട കയറിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് വിളിക്കും. ഓള് മീൻ വെട്ടിക്കൊണ്ട് നിൽക്കും, പച്ചക്കറി അരിയും, ചോറ് വെക്കും, കറി വെക്കും, ഉപ്പേരി വെക്കും, കുളിക്കും, തിന്നും. എല്ലാം കഴിഞ്ഞിട്ട് ഒരു 2:45 കുളിച്ചിട്ട് പോകും. ഏത് മദ്ഹബാണെന്ന് അറിയത്തില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, ഈ 12:30 പിന്നെ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. ആമിനാത്ത, പിന്നെ എന്തിനാ അല്ലാഹ് 12:30 സമയം വെച്ചിരിക്കണേ? 2:30 വെച്ചാ പോരായിരുന്നു? എന്റെ പൊന്നാര താത്താമാരെ, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ സമയം? എന്തിനാ പിന്നെ? അപ്പൊ നീ പറയും, ഉസ്താദെ മീൻ വെട്ടിയാ കുളിക്കണമെന്ന് നിർബന്ധമുണ്ടോ? കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണോ മീൻ വെട്ടൽ? അല്ലെങ്കിൽ കരിപറ്റുക, ശരീരം വിയർക്കുക കുളി നിർബന്ധമാകുന്ന കാര്യത്തിൽ പെട്ടതാ? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ. വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പോയേക്കണം. വിളിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, കടയാണെങ്കിലും വീടാണെങ്കിലും കച്ചവടമാണെങ്കിലും ജോലിയാണെങ്കിലും അല്ലാഹ് വിളിച്ചാ പോയേക്കണം. അല്ലാഹ് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ പോയേക്കണം. കാരണം എന്തേ? അപ്പൊ നീ പറയും, ഉസ്താദെ പോയ ആര് നോക്കും? അല്ലാഹ് നോക്കും ചങ്ങാതി. അള്ളാഹു നോക്കിക്കൊള്ളും. ധൈര്യമായിട്ട് നീ പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കൃത്യമായി നിസ്കരിക്ക്, സമയത്ത് നിസ്കരിക്ക്. അതിന്റെ അവ്വല് വഖത്തുകളിൽ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ നിസ്കരിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ അള്ളാനെ പേടിക്ക്, കള്ളു കുടിക്കരുത്. മോനെ, ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയ നീ സ്വർഗത്തിൽ പോകൂല കേട്ടോ. കവിതങ്ങൾ പറഞ്ഞതല്ലേ. 3 വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് കള്ളുകുടിയന്മാര്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവൻ, കള്ളു കുടിക്കുന്നവൻ, അവൻ സ്വർഗത്തിലേക്ക് കടക്കില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നബിതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, അള്ളാഹുവെ പടച്ചവൻ, ഇപ്പൊ ആരും കള്ളൊന്നും കുടിക്കുന്നില്ല. കുടിക്കുന്നുണ്ടോ? ഇപ്പൊ കള്ള് കിട്ടാനുണ്ടോ? ഉണ്ടോപ്പാ? ഇപ്പൊ കള്ള ആരും കുടിക്കുന്നില്ല. എല്ലാം അടിക്കുന്നത് കഞ്ചാവ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കള്ളിപ്പ ഇല്ലെന്നേ. ബീവറേജിന്റെ ഫ്രണ്ടിലോ ബാറിന്റെ മുമ്പിലോ ഇല്ല. ഒരു ചെറുപ്പക്കാരെയും കാണാനില്ല. അത് കുറെ പാവം പ്രായമുള്ള ബാപ്പാമാര്, ഉപ്പാപ്പ, അച്ഛന്മാര്, അങ്ങനെയുള്ളവര്. ഇപ്പൊ പിന്നെ ചെറുപ്പക്കാരാ. അവര് പിന്നെ ആണെങ്കിൽ പൊടി അങ്ങോട്ട് തട്ട, ഒരൊറ്റ വലി, അല്ലെങ്കിൽ ഒരു ഗുളിയോ ഒരടി. എന്തൊക്കെ സാധനങ്ങളാണെന്നറിയോ? ഇപ്പൊ കൂടിയ ഐറ്റങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് കോഴിത്തണ്ണം പിടിച്ചതുപോലെ കറങ്ങി നടക്കാം മക്കള്. പണ്ട് പേവെള്ള വടിച്ചിട്ട് വന്ന ഒരു ദുർഗന്ധമുണ്ട്. ഇപ്പൊ ഒന്നുമില്ല, ഇങ്ങനെ നടക്കാം. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. പറയാനൊക്കെ പേടിയാടോ, പറയാൻ പേടിയാ. പള്ളിയിലെ ഖതീബന്മാരൊക്കെ കഞ്ചാവിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ പോകുമ്പോൾ എറിഞ്ഞ് തറയിലിടുന്ന കാലമാണ്. എവിടുന്ന് അടി വരണേന്ന് അറിയത്തില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ യുവതലമുറ വല്ലാതെ പേടിക്കണം ഇന്നത്തെ കാലഘട്ടം. ഇപ്പത്തൊക്കെ എവിടെ നോക്കിയാലും ലഹരിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും ക്ലാസ്സുകളും, സ്കൂളുകളിൽ വരെ കൊച്ചുകുട്ടികൾ വരെ നിന്ന് അടിക്കുന്ന, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ നിൽക്കണ ഈ അടുത്ത് പെൺകുട്ടികൾ വരെ വീഡിയോ വലിക്കുന്നവരുണ്ട്. മൊബൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ വീഡിയോ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ ഒളിഞ്ഞിരുന്നിട്ട്. പക്ഷെ സ്നേഹമുള്ളവന്മാരാട്ടാ.
സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സ്നേഹമുള്ളവരാ. 2 പുക ഇവൻ വലിക്കും, എന്നിട്ട് അവനും കൊടുക്കും, അവനും വലിക്കും. ഒരു വീടിയാ വലിക്കുന്ന എല്ലാവരും. വല്ലാത്ത സ്നേഹം. ഒറ്റയ്ക്ക് ഒരു വീടി വലിക്കലല്ല, 2 പുക വലിച്ചിട്ടുന്നാളിയാ വലിക്കില്ല, അവനും വലിക്കും. അങ്ങോട്ട് ഉടച്ചവനെ. അല്ലാഹു അഅലം. നമ്മുടെ മക്കൾ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് പറയുമ്പോൾ ചോദിക്കും, സിറാജ് ഉസ്താദ് ജീവിതത്തിൽ നിങ്ങൾ വല്ലതും വലിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഒരു വലിച്ചു നോക്ക്, പിന്നെ നല്ല രസമായിരിക്കും. നമ്മുടെ യുവത്വം ഇതാ പറയുക, കുട്ടികളോട് പറയുക, മോനെ നീ അള്ളാനെ ഭയന്ന് ജീവിക്കടാ. എടാ മോനെ, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താട്, ഔറത്തും മറച്ച് നടക്ക്. ആണിനോടും പെണ്ണിനോടും പറയാ, നീ ഔറത്തും മറച്ചിട്ട് അള്ളാനെ പേടിച്ച് നടക്ക്. എവിടെ പേടിച്ചിട്ട് നടക്കാൻ? എവിടെ പേടിച്ചിട്ട് നടക്കാൻ? ഇന്നത്തെ ചെറുപ്പക്കാരുടെ കോലം കണ്ടിട്ടുണ്ടോ? തുടകീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കാൻ നമ്മുടെ മക്കൾ. അള്ളാഹു നമ്മളുടെ മക്കളുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. രാമ്യം പറയടോ, എൻ്റെ നാട്ടിലൊക്കെ കീറിയ പാൻറ്റും കീറിയ ഉടുപ്പും ഇട്ടുകൊണ്ട് നടക്കുന്നവൻ യാചിക്കാൻ വരുന്നവനാടോ, ഫക്കീർ. എൻ്റെ ഉപ്പാമാരോട് ഞാൻ പറയും, എൻ്റെ പൊന്നാര കാക്ക, നീ ബെൻസിലും ഓടിയിലും ഫോർച്യൂണറിലും 2 നില വീടിലും പൊടിയാത്ത ജുബായി ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്നു. നിന്റെ മോന്റെ ഗതികേട് എന്താ? അവൻ കീറിയ പാൻറ്റല്ലേ ഇട്ടിരിക്കണേ. നീക്ക് എത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ മോനൊരു കീറാത്ത പാൻറ് മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത നീ ഒരു വാപ്പയാ. പെണ്ണുങ്ങള്, പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ. ഇപ്പത്തെ പെണ്ണുങ്ങളെ കുറിച്ച് പറയണോ? പണ്ടത്തെ ഉമ്മമാര്, അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. പണ്ടത്തെ പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം നിങ്ങളൊക്കെ. നമ്മുടെയൊക്കെ ഉമ്മമാര് ഉടുപ്പൊക്കെ കഴുകും. നമ്മുടെ ഡ്രസ്സ് കഴുകുമ്പോ ഒരു ബട്ടൺസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ തച്ചു തരും. തയ്ക്കൂലേ? നമ്മുടെ ഉമ്മക്ക് ഒരു ബട്ടൺസ് പോയിട്ടുണ്ടെങ്കിൽ സൂചി നൂലെടുത്ത് തയ്ക്കും, ഉടുപ്പൊക്കെ തയ്ക്കും. ഇന്നത്തെ പെണ്ണുങ്ങള് മോന്റെ തുടകീറിയ പാൻറ് കണ്ടിട്ട് തച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവരാ ഇന്നത്തെ പെണ്ണുങ്ങൾ. നീയൊക്കെ എന്തിനാ പെങ്ങളെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ മോൻ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുമ്പോ ഒരു കരുണ തോന്നണ്ടേ നിനക്ക്? നിനക്കൊന്ന് തച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടോ? എടാ ഇങ്ങനെ നടക്കല്ലേടാ, ഇത് ഔറത്തല്ലേടാ മോനെ, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്തല്ലേടാ, ഇങ്ങനെ നടക്കല്ലേടാ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങളിൽ പലർക്കും ഇല്ലാതെ പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് വാപ്പമാര്, വാപ്പായ്ക്ക് തഴമ്പുണ്ട്, താടിയുണ്ട്, ഇങ്ങനെ ഉസ്താദിനെക്കാളും വലിയ താടിയാ. ചില വാപ്പമാരുടെ താടി കണ്ട, ഹാജിയക്കന്മാരുടെ താടി കണ്ട ഉസ്താദന്മാരെക്കാളും വലിയ താടി. ഉസ്താദിന് നിസ്കാര തഴമ്പില്ല, ഹാജിയാർക്ക് തഴമ്പുണ്ട്. പക്ഷെ ഹാജിയാരുടെ മോനും മോളും പോകുന്നത് കണ്ട അല്ലാഹു അഅലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളൊക്കെ സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയുന്നു, നാളെ അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര് 3 വിഭാഗം, ഏറ്റവും വൃത്തികെട്ടവര് 3 വിഭാഗം. അള്ളാഹു അവരുടെ മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ കരുണ കാണിക്കുകയോ ചെയ്യില്ല. അങ്ങനത്തെ 3 വിഭാഗം. ആ 3 വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം വാപ്പമാരാ. ആ 3 വിഭാഗത്തിലെ ഒരു വിഭാഗം വാപ്പയാ. ഏത് വാപ്പ? തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വന്തം മകൻ ഔറത്തു മറയ്ക്കാത്ത വസ്ത്രവും ധരിച്ച് നടക്കുന്നു, സ്വന്തം ഭാര്യ നടക്കുന്നു. ഇത് തെറ്റാണെന്നറിയാം, തിരുത്തൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി കണ്ടിട്ടുണ്ടോ? അല്ലാഹു അഅലം. ഉമ്മ പുറകിലിട്ട് വളർത്തുന്നു, മക്കള് ഫ്രണ്ടിലോട്ട് വളർത്തുന്നു. എത്ര വ്യത്യാസമേ ഉള്ളൂ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി ഇവിടെ സദസ്സിലെങ്ങും കാണാനില്ല. പിന്നെ തൊപ്പി വെച്ചിട്ടുണ്ട് പലതും. അത് സുന്നത്തായിട്ട് വെച്ചതല്ല, ഉസ്താദന്മാരുടെ മുമ്പിലായതുകൊണ്ട് വെച്ചിരിക്കുക. മദ്രസയിലൊക്കെ വരുന്ന കുട്ടികൾ തൊപ്പി ഇങ്ങനെ ഇറക്കി വെക്കാറുണ്ട്. വിചാരിക്കും പടച്ചവനെ സുന്നത്തായിട്ട് വെച്ചല്ല ഇപ്പൊ മുടി പുറത്ത് കാണാതിരിക്കാൻ. ഉസ്താദ് ചോദിക്കാ, കാക്ക നിങ്ങളുടെ മോൻ ഇങ്ങനെ മുടിയൊക്കെ. ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ഉസ്താദെ. 12ഉം 15ഉം വയസ്സുള്ള മകന്റെ മുടി വെട്ടാൻ പറ്റാത്ത വാപ്പയ ഉസ്താദന്മാരെ നന്നാക്കാൻ നടക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തന്റെ പൊന്നുമകന്റെ മുടി പോലും ഒന്ന് വെട്ടിക്കൊടുക്കാൻ എടോ മലക്കുകളുടെ ശാപം കിട്ടൂലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ അങ്ങനെ മുടി വെട്ടാൻ പാടില്ല എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞ, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. നിങ്ങൾ ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കാര്യം പോലും നിങ്ങൾ ചെയ്യല്ലേ.
നിങ്ങൾ സൂക്ഷിക്കണേ എന്ന പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ നിങ്ങളെ ഇതൊക്കെ നിന്നോട് പറഞ്ഞാൽ പടച്ചവനെ നീ അതാ അന്യപുരുഷന്റെ കൂടെ നടക്കരുത്, അവന്റെ ശരീരത്ത് തുടരുത്, അവനോട് നീ സലാം പറയരുത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ചോദിക്കും, ഉസ്താദേ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ ദേഷ്യമല്ലേ? ഇന്നത്തെ കുട്ടികളൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് പടച്ചവനെ നമ്മള് വെറുതെ മോശക്കാരായി പോകും. പെൺകുട്ടികളോട് ആൺകുട്ടികളോട് എടാ അന്യ പെണ്ണിന്റെ കൂടെ നടക്കരുത്, അവളുടെ കൂടെ ഇരിക്കരുത്, അവളുടെ ശരീരത്ത് തുടരുത്. ഉസ്താദിന് കിട്ടാത്തതിന്റെ ഞങ്ങളുടെ യുവത്തെ അടിച്ചു പൊളിക്കേണ്ടതാ. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ഒരു കാലം വരും അന്ന് റോഡിൽ കിടന്ന് വ്യഭിചരിക്കും, നല്ലവര് പറയും മാറിക്കിടന്ന് വ്യഭിചരിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഹദീസൊക്കെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കേ. ഇപ്പൊ പ്രായമുള്ളവരൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, പടച്ചവനെ ഇപ്പം ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഇപ്പൊ വല്ലതും സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേടാ ഇപ്പൊ എല്ലാം സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നു? അപ്പൊ അമ്മ ചോദിച്ചു എന്തേടാ അങ്ങനെ? ഞാനൊക്കെ പഠിക്കുമ്പോ ആണുങ്ങൾ വേറെ സ്കൂളില്, പെണ്ണുങ്ങൾ വേറെ സ്കൂളില്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആണുങ്ങൾക്ക് വേറെ ബെഞ്ച്, പെണ്ണുങ്ങൾക്ക് വേറെ ബെഞ്ച്. ഇപ്പൊ പറയുന്നു ആണും പെണ്ണും ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്നോളാം. അപ്പൊ ഇപ്പൊ പഠിച്ചാൽ മതിയായിരുന്നു. കാലഘട്ടം എവിടെ എത്തിയിരിക്കുക? ഇനി വരുന്നത് ഒരാണ്, ഒരു പെണ്ണ്, ഒരാണ്. എന്നിട്ട് ചോദിക്കണം, എടാ അബൂബക്കറെ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നടാ? എന്നിട്ട് ചോദിക്കണമെന്നാ പറയണേ. പുതിയ പഠന പദ്ധതിയിൽ വരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ചോദിക്കണമെന്നാ. അള്ളാഹുവേ നമ്മുടെ മക്കളുടെ കാര്യം കട്ടപ്പുകയെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഴുത് പറയാൻ വന്നവന് പച്ചവെള്ളം, കേൾക്കാൻ വന്നവർക്ക് കാപ്പിയാണെന്ന് തോന്നുന്നു. കുടിക്ക്, ശരി കുടിക്ക്. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇനി അത് പറഞ്ഞെന്ന് കുടിക്കാതെ ഇരിക്കണ്ട കേട്ടോ. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ, അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പടച്ചവനെ 25 കോടിയുടെ ഓണബമ്പർ അടിക്കാത്തതിന്റെ വിഷമത്തിൽ നടക്കുന്നവൻ അള്ളാഹുവിന് സമാധാനം കൊടുക്കുമാറാകട്ടെ. 25 കോടിയുടെ പടച്ചവൻ നിങ്ങൾ ആലോചിക്കുക, എന്തുവാ ഈ ലോട്ടറി? 25 കോടിയുടെ നിങ്ങൾ ചിന്തിക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, ഒരു 10 കൊല്ലം മുമ്പ് ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ലോട്ടറി വേണോന്ന് ചോദിക്കുവോ? ചോദിക്കില്ല. ഇപ്പോഴല്ല, ഒരു 10 വർഷം മുമ്പ് ജുബ്ബയും തൊപ്പിയും ഇട്ട ഒരാളുടെ അടുക്കൽ വന്നിട്ട് ഇത് വേണോന്ന് ചോദിക്കുവോ? ചോദിക്കത്തില്ല ആരും. കാരണം എന്തേ? അവർക്കറിയാം ഇത് ഹറാമാണെന്നവർക്ക്, ഇത് പാവമാണെന്ന്. എന്നാൽ ഈ കഴിഞ്ഞ ഓണത്തിന് ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ബ്ലോക്കിൽ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, 25 കോടിയാ ഓണ ബമ്പർ, 500 രൂപ മോന് വേണോന്ന്. ഞാൻ അമ്മയെ ഒന്ന് നോക്കി, എന്നിട്ട് ഞാൻ പറഞ്ഞ, അമ്മേ ഞങ്ങൾക്കിത് പാപമായി എടുത്തുകൂടാ, ഞങ്ങൾക്കിത് പാപമായി എടുത്തുകൂടാ. അമ്മ എന്നെ ഒരു നോട്ടം നോക്കി. പ്രായമുള്ളൊരു അമ്മയാ, അവരെന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് അമ്മ പറഞ്ഞ മറുപടി കേട്ടപ്പോ എന്റെ കിളി പോയി. അമ്മ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ ഒരു കാക്കാടെ കടയിൽ നിന്ന് ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നത്. നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാ ഞാൻ, അവിടെ നിന്നാ മേടിച്ചോണ്ട് വന്നേ. അയാൾക്ക് കച്ചവടം ചെയ്യാ, നിങ്ങൾക്ക് മേടിച്ചൂടാ. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ ലോട്ടറി കടയുടെ പേരെന്തെന്നറിയോ? ബിസ്മില്ലാ ലക്കി സെന്റർ എന്നാ പലരും പേരിട്ടിരിക്കുന്ന, ബർക്കത്തിന്. സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, ഞാന് ഒരു പള്ളിയുടെ അടുത്തൂടെ ഇങ്ങനെ മാർക്കറ്റിലൂടെ ടൗണിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ ഓടി വന്നിട്ട് അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ ദുആ ചെയ്യണം കേട്ടോ, ഞാൻ വഴുതൊക്കെ കേൾക്കാറുണ്ട്, ദുആ ചെയ്യണം കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ. ഞാൻ തോളി തട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ദുആ ഒക്കെ ചെയ്തു. ഓൻ ചിരിക്കണം മുഖത്തോടെ പോയി. അപ്പൊ എന്റെ കൂടെ വന്നവൻ ചോദിച്ചു, സിറാജ് ഉസ്താദ് അവൻ എന്ത് കച്ചവടാന്നറിയോ? ഞാൻ പറഞ്ഞു അറിയില്ല, ലോട്ടറി കച്ചവടമാണെന്ന്. ഞാൻ അവന് വേണ്ടിയാ ദുആ ചെയ്തു. കാലം ഇങ്ങനെയായി പോയടോ, കാലം ഇങ്ങനെയായിപ്പോയി. പക്ഷെ ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ മനുഷ്യനെ തിരിയുന്നിട്ടുള്ള നിന്റെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും. ഒരിക്കലും നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയില്ല, സർവ്വതും പോകൂന്നല്ലേ പറഞ്ഞേ. നിന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോകും. 25 കോടി രൂപ ഈ ഓണബമ്പർ അടിച്ച സഹോദരൻ ചാനലിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞത്, ഇനി ജീവിതത്തിൽ ഒരിക്കലും ലോട്ടറി അടിക്കരുതെന്നാ പറഞ്ഞേ. അത്രയ്ക്കും പ്രയാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാമ്, പലിശ, ലോൺ എടുത്ത ഒരു മനുഷ്യനോട് നിങ്ങൾ ചോദിക്ക്, ഇനി ലോണ് വേണോന്ന്. അവൻ പറയും വേണ്ടാന്ന്. കാരണം എന്തേ? അവന്റെ സമ്പാദ്യം മുഴുവനും നശിച്ചിട്ടുണ്ടാകും.